ഹായ് ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മൾ പറയാം. ഇതുവരെ നമ്മളെ വീടും പരിസരം ഒന്നും കാണാത്തവർക്കായിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ വീടിൻ്റെ കൊലായി, നമ്മുടെ പോർച്ച്, ഇതിൻ്റെ വണ്ടി, ഇത് താത്തൻ്റെ വണ്ടി. അപ്പോൾ നമുക്ക് നേരെ ബേക്കിലോട്ടൊക്കെ പോയിട്ട് പിന്നാമ്പുറ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് മുന്നാമ്പുറത്തേക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ സൈഡ് വശം. ഇത് ഞങ്ങളുടെ മറ്റേ മെയിൻ സ്വിച്ച്, പിന്നെ ഞങ്ങളെ ബേക്കിലെ തുളസിത്തറ. ഇപ്പോൾ നേരെ ബേക്കോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് ഓസ് ചുരുത്തി കൂട്ടിയിട്ടത് കാണാൻ പറ്റും. ഞങ്ങളുടെ കൃഷിത്തോട്ടം കാണാൻ പറ്റും. മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീഴുന്നത് കാണാൻ പറ്റും. പിന്നെ ഇതാണ് ഞങ്ങളുടെ ബട്ടർ ട്രീ. ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മാവാണ്. പെട്ടെന്ന് മാങ്ങ ഉണ്ടാവുമെന്നും പറഞ്ഞ കാര്യം നമ്മൾ കുഴിച്ചിട്ടിട്ട് വർഷം 2-3 ഇതുവരെ ഉണ്ടായില്ല ഗൈസ്. പിന്നെ ബട്ടർ ട്രീ, പിന്നെ ഞങ്ങളെ കവുങ്ങ്, ഇത് വെള്ളം വികാണ്ട് ഇമ്മ വെച്ച ബക്കറ്റ്. പിന്നെ ഞങ്ങൾ തെങ്ങ്, ഇതൊരു ചെറിയ കവുങ്ങ്, ഇത് വലിയ കവുങ്ങ്, ഞങ്ങളെ പേരക്കമരം. പിന്നെ ഇതാണ് ഞങ്ങളെ വെർഗോല. ആദ്യം ഇത്ര സ്ഥലം വരെ ഉണ്ടായിരുന്നു. നമ്മൾ പണിയൊക്കെ കഴിപ്പിച്ച് ഉള്ളിൽ അടുപ്പും സിങ്കൊക്കെ ആക്കി കഴിഞ്ഞ് ആരോ പറഞ്ഞ് ഇത്ര വെർഗോലക്ക് നീളം പറ്റില്ല, ഇത്രേ പറ്റും. നമ്മൾ പിറ്റേന്ന് തന്നെ ഇത്ര മുറിപ്പിച്ചാൽ അതിൻ്റെ ഉള്ളിലുണ്ടായ അടുപ്പ് ഉമ്മ ഇവിടെ കൊണ്ടുവച്ച്. അപ്പോൾ അത് അവിടെയാണ് നമ്മൾ തീ മൂട്ടുക. ആവശ്യം വരുമ്പോൾ നമുക്ക് തീ മൂട്ടാൻ അതിൻ്റെ ഉള്ളിൽ അടുപ്പുണ്ട്. ഇനി പുറത്തേക്ക് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ അലക്ക് കല്ല്, ഇത് എപ്പോഴെങ്കിലും ഉപയോഗിക്കാറുള്ളൂ. അമ്മ കൂടുതലും മെഷീൻ വാഷാണ്. പിന്നെ ഇതാണ് നമ്മളെ ബായ് മുട്ട അടിച്ച നമ്മളെ പ്ലാവ്. ചക്ക ഇപ്രാവശ്യം കുറവാണ്. പിന്നെ ഇതുമ്മേലൊരു 5 മാങ്ങ ഉണ്ടായിരുന്നു, 5 മാങ്ങയും വീണ്. ഇതാണ് നമ്മളെ മാവ്. പിന്നെ നമ്മളെ പേരക്ക മരം, ഇതുപോലെ പേരക്ക ഉണ്ടാവലുണ്ട് കണ്ടോ. പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടാറില്ല. ദിവന്മാർ കൊണ്ടുപോയിക്കാളും എല്ലാ പേരക്കും. പിന്നെ ഇതാണ് ഉമ്മ അന്ന് ടൈൽസ് ഒട്ടിച്ച തിണ്ട്. ഇത് നമ്മളിവിടെ അടുപ്പ് പൊയ്ക്കാത്തതിനോണ്ട് ഗ്യാസുമെന്നാണ് ഫുൾ വർക്ക്. പിന്നെ ഇത് നമുക്ക് ഉപയോഗപ്പെട്ടില്ല ഇതുവരെ. വലിയ പരിപാടികളിലപ്പോൾ ഉമ്മ ഇവിടുന്ന് തേച്ച് വരാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് പുറത്തിറങ്ങി, ഇത് ഈ മതിലിൻ്റെ അപ്പുറം പോയിട്ട് തേച്ച് വരാനുള്ള തിണ്ട് കേട്ടോ. ഇനി ആദ്യം എന്തെങ്കിലും തീ മൂട്ടുകയാണെങ്കിൽ ഇപ്പുറം നിന്ന് തേച്ച് വരാനുള്ള തിണ്ട് ഉമ്മ ഉണ്ടാക്കിയതാണ് ഇത് ഗാസ്. ഇത് ഒരുപാട് തിണ്ടുകളുണ്ട്. തിണ്ടുകളെണ്ണം കണ്ടായിരിക്കും ഇവിടെ തേച്ചോറിൽ തന്നെ ഒരു പണിയാണെന്ന്. ഉമ്മ അടുപ്പുമ്പോൾ ഒന്ന് തീ മൂട്ടലെന്നല്ല, മൊത്തം ഗ്യാസ് വന്നു. ഇനി നമുക്ക് വെർഗോലിനെ കുറിച്ച് പറയാം. ഇതാണ് നമ്മൾ വെർഗോല. ആദ്യം ഇത്രയും ഉണ്ടായിരുന്നു, ഇത്രയും. അപ്പം ഇങ്ങനെ ഇത്ര ഇത് ഉമ്മ തീ മൂട്ടി തീർന്നാണ് നല്ല. ഇത്രയുള്ള ചെതലരച്ചരച്ച് ഉമ്മ എന്താക്കുന്നറിയോ, ഒരു വട്ടം പുറത്തേക്ക് എടുത്തിടും, പിന്നെ ചെതലൊക്കെ പോക്കി എടുത്തിടും. അങ്ങനെ പിന്നെ അടുത്ത മാസം 2 ദിവസം കഴിയുമ്പോൾ പിന്നെ എടുത്തിടും, പിന്നെ ചെതൽ പോക്കി എടുത്തിടും. അങ്ങനെ ഇതിൻ്റെ അളവ് കുറഞ്ഞ് ഇത്ര അയക്കണം. ഇനി അടുത്ത ചെതൽ പോക്കാൻ സമയം അയക്കണേ. ഇത് മറിയൻ്റെ കേടായ സൈക്കിൾ. പിന്നെ ഉള്ളടിച്ച് വാരിയിട്ട് ബാക്കിയാണെന്ന് ചൂലുകളുമ്മ പുറടിച്ച് വരാൻ എടുക്കും. അതാണ് അതിൻ്റെ കളക്ഷനാണിത്. പിന്നെ പാട്ട, ഇത് വിൽക്കാനുള്ള പാട്ടകളാണ്. പിന്നെ ചക്കക്കുരു, പിന്നെ ചേരി, ചിരട്ട, എല്ലാ വസ്തുതകളും. ഇനി നമുക്ക് ഇപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇത് വെള്ളം വിൽക്കാൻ വേണ്ടി വെച്ച് ബക്കറ്റ്, പിന്നെ നമ്മളെ തൊടിക്കുന്ന കോലുകൾ, പുക പോകുന്ന കുഴി, ഇത് ഞങ്ങളെ ഗ്രില്ല് ചുടാനുള്ളത്. ഇത് കവറ്, വലിയ കവറുകൾ ഇവിടേക്കാണ് കൊണ്ടുപോയി വെക്കൽ. ഓക്കെ. ഇനി നമുക്ക് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കുന്ന സ്ഥലം. എന്നിട്ട് തിരുമ്പിയിട്ട് നമ്മൾ ഇത് അവിടെ തന്നെ ചിക്കിടും. എന്നിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന ചെറിയ സാധനങ്ങൾ നമ്മൾ മടക്കിൻ്റെ ഉള്ളിൽ വെക്കും, പഴയ അലമാര. ബാക്കി ഉള്ളിലോട്ട് കൊണ്ടുപോകും. ഇത് ഉമ്മൻ്റെ ഹെൽമെറ്റ്. ഇതുമ്മ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഞാൻ വെച്ചപ്പം വണ്ടിമേൽ വെച്ച് കണ്ട് പോയി. അപ്പോൾ ഇതിൽ നിറച്ചും മഴവെള്ളമായി. പിന്നെ ഞാൻ ഉണങ്ങാൻ വേണ്ടി മുറ്റത്ത് ഉണ്ടച്ച്. അന്നപ്പം പിന്നെയും മഴയത്, പിന്നെ അതിൽ വെള്ളം നിറഞ്ഞു. ഇപ്പം നമ്മൾ ആടെ ചിക്കി വെച്ചതാണ്. അത് കാലാകാലങ്ങളായി ഉണങ്ങാണ്ട് നിൽക്കുന്ന ഹെൽമെറ്റ്. ഇനി നമുക്ക് അകത്തേക്ക് പോകാം ഗായ്സ്. അകത്തേക്ക് കയറുമ്പോൾ ഇങ്ങനെ നേരെ എടുത്തോട്ട് നോക്കിയാൽ ഇവിടെ ഒരു ചെയർ കാണാം. ഇതിലൊരു 3 ആൾക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മളെ വണ്ടികൾ കാണാം. പിന്നെ ഇവിടെ നേരെ ഇരുന്നാൽ അപ്പുറത്തെ വീട്ടിൽ ആറിട്ടതൊക്കെ കാണാൻ പറ്റും. നമ്മൾ നേരെ ഇങ്ങനെ അകത്തേക്ക് പോവുകയാണെങ്കിൽ ആദ്യം കാണാൻ പറ്റുന്ന ഇതാണ് നമ്മുടെ ഹാൾ. നമ്മളെല്ലാ വീഡിയോയിലും നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും ഈ ഹാള്. മേശമ നിറച്ചും കുറേ സാധനം കാണാൻ പറ്റും. ഇതാണ് ഇത് താത്ത പോവുകയാണ്. അതിനെക്കൊണ്ട് ഓൾ പോകുമ്പോഴും വരുമ്പോഴും ഇങ്ങനെ ഓരോ കെട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാക്കി വെച്ച കെട്ടാണ്. മക്കളെ ബുക്ക്, ഡ്രസ്സ്, കാര്യങ്ങളൊക്കെ. ഈ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കെട്ടും കൊണ്ടുവരും. എന്നിട്ട് പോകാൻ നേരത്താണ് ഇതിങ്ങോട്ട് എടുക്കുക. ഇനി ഇതിൻ്റെ ഹെൽമെറ്റ് കാണാം. ഇതിൻ്റെ പുതിയ ഹെൽമെറ്റ്, ഇതിൻ്റെ പഴയ ഹെൽമെറ്റ്, അത് കാക്കൻ്റെ തൊപ്പി. 1 തൊപ്പി 2 തൊപ്പി. പിന്നെ മേശമേളം എന്താ വെച്ചാൽ ഇതിൻ്റെ വാച്ചിൻ്റെ മറ്റേ സ്ട്രാപ്പ് മാറ്റണ ബോക്സ്, ഇത് മക്കളുടെ ഡെയിലി ബോക്സ്, വൈഫൈ. ഇത് നമ്മൾ ഡെയിലി ഹാളത്തെ കർട്ടൻ. ആദ്യം ഇവിടെ ബ്ലൂ പെയിൻ്റ് ആയിരുന്നു, അതിനെക്കൊണ്ടാണ് ബ്ലൂ കർട്ടൻ വെച്ച്. പിന്നെ വൈറ്റ് പെയിൻ്റ് ആക്കി ഞങ്ങൾക്ക് കർട്ടൻ മാറ്റണം, സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഷോക്കേസിലോട്ട് പോയാൽ
അധികം ട്രോഫികളൊന്നും കാണാൻ പറ്റില്ല, കാരണം എനിക്ക് ട്രോഫികളൊന്നും കിട്ടിയില്ല. പിന്നെ ബാക്കി മൂത്ത 2 എണ്ണോ ഏകദേശം കണക്ക് തന്നെയായിരുന്നു. പിന്നെ ആകെ ഇവിടെ ഉണ്ടാകുക മറിയൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റ്, ഐശുവിന് കിട്ടിയ കുറച്ച് ഇത് മൊമെൻറ്റോസ്, ഐശുവിൻ്റെ കുറച്ച് മൊമെൻറ്റോസ് കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് ജിമ്മിൽ നിന്ന് കിട്ടിയ 2 മൊമെൻറ്റോസ് കാണാം. പിന്നെ ഇത് ഒരു 10-15 വർഷം പഴക്കമുള്ള കപ്പലാണ്, താത്തൻ്റെ കല്യാണത്തിന് കിട്ടിയതാണ് ഗിഫ്റ്റായിട്ട്. പിന്നെ ഇത് പ്രിങ്കിൾസിൻ്റെ കുപ്പി ഐഷോക്ക് എന്തോ ആർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി വെച്ചതാണ്. പിന്നെ ഇത് കാക്കിൻ്റെ റിങ്ങുകൾ. പിന്നെ ഞാൻ വർക്കല പോയപ്പോൾ വാങ്ങിയ മറ്റേ ഫ്രിഡ്ജിൽ ഒട്ടിക്കുന്ന സാധനം, പക്ഷേ ഇത് ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വെക്കാം. ഇതൊക്കെ പണ്ടൊരു ഫൈറ്റർ ഉണ്ടായിരുന്നു, അതിട്ട് വെച്ച് മറ്റേ ബൗളാണ്. അക്വേറിയം ഫൈറ്റർ മരിച്ചുപോയി, പക്ഷെ അക്വേറിയം ഞാൻ ഉപേക്ഷിച്ചില്ല. അപ്പോൾ ഇത്രയാണ് ഡൈനിങ് ഹാൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗായ്സ്. പിന്നെ ഒരു ചെറിയ ബാഗുണ്ട്, പിന്നെ എൻ്റെ ഒരു പഴയ ചെറിയ ബാഗുണ്ട്. വേറെ സാധനം കൂടി കാണിച്ചാൽ നമ്മളെ ഷോക്കേസിൽ ഗായ്സ്, ഞാൻ വിട്ടുപോയി അത് കാണിക്കാൻ. ഇത് നമ്മളെ മറിയക്ക് ഓരോ സ്കൂളിൽ നിന്ന് ഒരു മോള് ഗിഫ്റ്റ് ചെയ്താട്ടോ. ഇത് ഫ്രെയിം ചെയ്ത് വെക്കാണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചതാണ്. പിന്നെ നമ്മളെ യൂട്യൂബിൻ്റെ DP നല്ല അടിപൊളിയായിട്ട് നല്ല ക്യൂട്ടായിട്ട് വെച്ചെടുത്തിക്കണേ. വേറെയും കുറേ കാർഡൊക്കെ കൊടുത്തിരുന്നു, അത് മറിയോളം വീട്ടിലുണ്ട്. നമുക്ക് നേരെ ലിവിങ് റൂമിലേക്ക് പോയാൽ ഇത് നമ്മളെല്ലാ വീഡിയോയിലും നിങ്ങൾ കാണുന്ന ഒരു സ്പേസാണ്. ഇത് ഷിട്ടുവിൻ്റെ കുറച്ച് ഡ്രസ്സാട്ടോ, ഷിട്ടുവിന് ഇപ്പം കിട്ടിയതായിരുന്നു. ഇപ്പം ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ വെച്ചതാണ്, എടുത്ത് വെക്കണം. അപ്പം ഇവിടെ ഒരു ടേബിളുണ്ട്, ഒരു ടീപ്പോയി നമുക്ക് ചായ കുടിക്കാൻ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ മറിയൻ്റെ കുറേ സാമഗ്രികൾ കാണാൻ പറ്റും. ഇതൊക്കെ ഇത് അനങ്ങിയ അവൾക്ക് മനസ്സിലാവും കേട്ടോ, അവൾ ഇത് റെഡിയാക്കി വെച്ച് പോകുന്നത്, ആരോ തൊട്ട അവൾക്ക് അടുത്ത വേളയിൽ മനസ്സിലാവും. പിന്നെ ഇവിടെ ഒരു ഷോക്കേസ് ഉണ്ട്, ഇതിൽ കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളാണ് ഉണ്ടാവുക. ഇത് മറിയ ഏതോ കല്യാണം വീട്ടിൽ നോക്കി കളിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്ന ഗ്ലാസ്സുകളാണ്. പിന്നെ ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ ലിവിങ് റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഇപ്പുറത്ത് തന്നെയാണ് നമ്മളെ വാഷ് ബേസിനും കാര്യമൊക്കെ ഉള്ളത്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ ഉണ്ട്, ഇതിൽ നമ്മൾ ഷൂസ് ചെരുപ്പുകളൊക്കെ വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പുറത്തെ ടേബിള്, ഇപ്പുറത്ത് വാഷ് ബേസിൻ. ഓക്കെ, ഇനി നമുക്കിങ്ങനെ നേരെ പോകുമ്പോൾ ഇടത്തെ ഭാഗത്ത് കാണാൻ പറ്റും ഒരു കോമൺ ബാത്റൂം. പിന്നെ മേലോട്ടുള്ള സ്റ്റെയർ കാണാം. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഇത് നമ്മളെ ഒരു സ്റ്റോർ റൂം എന്നൊക്കെ പറയാം. ഇതിലാണ് എൻ്റെ സാധനങ്ങളും നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ പിന്നെ ഇടാൻ വേണ്ടിയിട്ടുള്ള, അതായത് റൂമിലൊരു ചെയറിൽ നമ്മൾ കൂട്ടിയിടുന്ന സാധനങ്ങളില്ലേ, അത് ഞാൻ നേരെ ഈ റൂമിലേക്കാണ് ഇടാറ്. പിന്നെ നേരെ പോകുമ്പോൾ നമ്മളെ ഷിട്ടുവിൻ്റെ റൂം കാണാം. ഇത് ഷിട്ടു വികാണ്ട് കാണ്ടി ഞാൻ നേരത്തെ ഓളെ കുത്തിരിപ്പിച്ച് പോയി വെച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഷിട്ടുവിൻ്റെ റൂം. അവിടെ കുറേ സാധനങ്ങൾ, അതും ഐഷുവിൻ്റെ പെട്ടിയും കൊട്ടകളൊക്കെ ആണ്. പിന്നെ ഷിട്ടുവിൻ്റെ പമ്പസിൻ്റെ കൊട്ട. പിന്നെ ഇതാണ് റൂം, ഇതാണ് ഇവിടുത്തെ അലമാര. ഇത് ഞാൻ തുറക്കുന്നില്ല, കാരണം ഇതിൽ എൻ്റെ സാധനങ്ങളുണ്ട്, ഇതിൻ്റെ സാധനങ്ങളുണ്ട്. എല്ലാം അൽക്കുലത്തേക്ക് എടുക്കാണ്ട് അതിനോട് തുറന്ന് കാണിക്കുന്നില്ല. പിന്നെ ഇത് കാക്ക കൊണ്ടുവന്ന് പെട്ടി നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ കൊണ്ടുമ്പോൾ സേഫാക്കി തട്ടുമ്പുറത്ത് കയറ്റി വെച്ചിക്കണേ. ഇനി ഇതിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ 2 പില്ലോ കാണാം. ബെഡ് വാങ്ങിയപ്പോൾ കിട്ടിയ പില്ലോ ആണ്. ഇമ്മ അങ്ങനെ അടുക്കാണ്ട് അവിടെ വെച്ചതാണ്, പൊട്ടിക്കാൻ സമയമായില്ല എന്ന് പറയുന്നത്. താത്തൻ്റെ പ്രഗ്നൻസി പില്ലോ ആണ്, ചുരുട്ടിക്കൂട്ടി അടുത്ത ടൈമിന് എടുക്കാൻ വേണ്ടി നല്ലോണം സേഫാക്കി വെച്ചതാണ്. ഇനി നമുക്ക് ഷോക്കേസിൽ നോക്കുകയാണെങ്കിൽ അധികം സാധനങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് ഐഷുവിൻ്റെ, ഇത് നമ്മളെ ഐഷു ചെയ്യതായപ്പോഴുള്ള ഫോട്ടോ ആണ് കേട്ടോ. ഷിട്ടു ഐഷു മറിയൊക്കെ ഏകദേശം ചെറുപ്പത്തിൽ ഒരുപോലെ തന്നെയായിരുന്നു. ഇനി നമുക്ക് താത്ത റൂമിലെ നേരെ ഓപ്പോസിറ്റാണ് ഉമ്മൻ്റെ റൂം. അപ്പോൾ നമുക്ക് ഉമ്മൻ്റെ റൂമിലേക്ക് പോകാം. ഇവിടെ നമ്മളെ ഷിറ്റാപ്പി ഉറങ്ങുകയാണ്. ഷിറ്റാപ്പി ഇന്ന് പോയിട്ടോ ഗായ്സ്. പിന്നെ ഞാനും ഉമ്മച്ചു മാമനും മാത്രമേ ഉണ്ടാവുള്ളൂ. ഷിറ്റാപ്പി ഇന്ന് പോവുകയാണ് ഗായ്സ്. അവൾ ഉറങ്ങുക. ഐഷു മറിയൊക്കെ രാവിലെ സ്കൂളിലേക്ക് മദ്രസക്കൊക്കെ പോയി. ഇനി ഷിട്ടു താത്തയും കുറച്ച് കഴിഞ്ഞിട്ട് പോവും. ഇതാണ് ഉമ്മൻ്റെ റൂം. ഞാൻ ഉമ്മൻ്റെ അടുത്താണ് കിടക്കൽ. അപ്പോൾ ഇനി താത്തയ്ക്ക് പോയാൽ ഞാൻ ആ റൂമിലേക്ക് മാറും. അപ്പോൾ ഇതാണ് ഉമ്മൻ്റെ റൂം. ഇവിടെ ഞാൻ ഈ അലമാര ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇവിടെ എൻ്റെ കുറേ സാധനങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് അടുക്കള. നമ്മളെ ഫ്രിഡ്ജ്, ഇതെൻ്റെ ഡയറി, എൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഡയറിയാണ് ഗായ്സ്. പിന്നെ ഞങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന ടേബിളാണിത്. ഇതൊരു 4 ആൾക്ക് ഇരിക്കാൻ പറ്റിയ ചെയറുള്ള ടേബിളാണ്. നമ്മൾ ഉപയോഗം കഴിഞ്ഞ് ഇങ്ങനെ ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ നീക്കി വെക്കാൻ പറ്റുന്നതുകൊണ്ട് അധികം സ്പേസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടേബിളും ചെയറുമാണിത്. പിന്നെ നമ്മളെ ഇസ്തിരിപ്പെട്ടി, പിന്നെ കുറച്ച് ബുക്കുകൾ, പിന്നെ എൻ്റെ കേക്കിൻ്റെ ടേൺ ടേബിൾ. ഇതേലിങ്ങനെ വന്ന് പൂച്ചേ അമ്പടാ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതെങ്ങനെ മെഷീൻ നക്കിയോ അങ്ങനെ പൂച്ച പോയി ഗൈസ്. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് എല്ലാ കൊല്ലവും എടുത്ത് തേച്ച് വെക്കാൻ വെക്കുന്ന പാത്രങ്ങൾ, ചെമ്പുകൾ എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്കാണ് വെക്കല്. അധികമായിട്ടുള്ള പായ, തലയണകൾ,
പിന്നെ ജഗ്ഗുകൾ എല്ലാ ഐറ്റംസും ഇതിലാണ് വെക്കൽ. ഇനി ഇതിൻ്റെ അടിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് ബക്കറ്റുകളിൽ പത്തിരിപ്പൊടി, അരി, സാധനങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, അരികൾ, പയറുവർഗ്ഗങ്ങൾ, സാധനങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഗ്ലാസ്സുകൾ, കാര്യങ്ങൾ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇങ്ങോട്ട് പോകണമെങ്കിൽ നമ്മളുടെ ഗ്യാസ്, കുറ്റി, പിന്നെ പുതിയ ഐറ്റം തട്ട് കഴിഞ്ഞപ്പോൾ പഴയ തട്ടുമ്പോൾ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ചോറ്, വെള്ളം, ഫ്ലാസ്ക്, പഞ്ചസാര, ഓയിൽ, പ്രസ്, പിന്നെ തട്ടുകൾ ചെമ്പുകൾ, പിന്നെ പൊടികൾ, പിന്നെ ഫിൽറ്റർ, വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടേ നമ്മൾ കുടിക്കാറുള്ളൂ ഗായ്സ്. ഇത് നമ്മളെ മോട്ടർ, മിക്സി, ഈസി കുക്ക്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെമ്പ് പാത്രം വെക്കാം. ഇത് നമ്മളെ തട്ട്, സ്റ്റീൽ തട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട് മൊത്തത്തിൽ കാണിച്ചു എന്ന് വിചാരിക്കുന്നു. അല്ല എൻ്റെ മോൾ ഭാഗമുണ്ട്. ഓക്കെ, ഇനി മേലോട്ട് കയറി പോകണം ബാക്കി കാണെങ്കിൽ. അപ്പോൾ ഞാൻ പാർട്ട് 2 ആക്കി ഇറക്കുന്നതായിരിക്കും. അപ്പം ഹോം ടൂർ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി വീടിൻ്റെ മൊത്തം ബ്ലൂ പ്രിൻറ്റ് കാണിച്ച് കള്ളന്മാർക്ക് സുഖമായി എന്നുള്ള കമൻറ്റ് നമ്മൾ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ. കീപ് സപ്പോർട്ട്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്, ലൈക്ക്. ഓക്കെ, ബൈ.